അപ്പൊ തുടങ്ങല്ലേ. അപ്പൊ ഈ 10ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പൊസസീവ് പ്രോനൗൺസ്. അതായത് ആർക്ക് ഇതിൽ അണ്ടർസ്റ്റാൻഡ് ഖുറാനിലുണ്ട്? അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ ഉള്ളവർ ആർക്കൊക്കെയാണ്? അതായത് ഖുറാൻ പഠനത്തിന് ഒരു അല്പവഴി എന്നുള്ള കോഴ്സിൽ. ടീച്ചർ ഇന്ന് എക്സാം ഇല്ലേ? അസ്സലാമു അലൈക്കും. ആ ഞാനുണ്ട് മാം. അപ്പൊ കുറെ എല്ലാം ഒരേ ആൾക്കാര് സമയത്തായിപ്പോയല്ലോ. കൈ പൊതിച്ചിക്കണ്. ആ അപ്പൊ എക്സാം എഴുതണില്ലേ നിങ്ങള്? എക്സാം എഴുതണം. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ നോക്കട്ടെ എന്താ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുറാനിലുള്ളവർക്ക് മനസ്സിലാവും പൊസസീവ് പ്രോനൗൺസ് പറഞ്ഞാൽ എന്താണ്. പൊസസീവ് പ്രോനൗൺസ് പറഞ്ഞാല് അതായത് ഒരു നൗണിന്റെ കൂടെ ചേർന്ന് വരുന്ന സർവനാമം. അതായത് ചേർന്ന് വരുന്ന, അതായത് ഒരു പൊസസീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉടമസ്ഥത. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ് ഉടമസ്ഥത. അതായത് അത് ഏതൊക്കെയാണ് ആ പ്രോനൗൺസ്? ഹു, അതായത് ഹു എന്നുള്ളത് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുമ്പോൾ കിതാബുഹു, അവന്റെ ബുക്ക്. പിന്നെ കിതാബുഹും, അവരുടെ ബുക്ക്. കിതാബുക്ക, നിന്റെ ബുക്ക്. അതായത് കിതാബുഹു എന്ന് പറയുമ്പോൾ എന്താണ്? അവസാനം ഹു എന്ന ലൊമീർ വന്ന് ചേർന്ന് വന്ന് ഉടമസ്ഥത പറയാൻ വേണ്ടി. പിന്നെ കിതാബുഹും, അവരുടെ ബുക്ക്. കിതാബുക്ക, നിന്റെ ബുക്ക്. കിതാബുക്കും, നിങ്ങളുടെ ബുക്ക്. കിതാബി, എന്റെ ബുക്ക്. കിതാബുന, ഞങ്ങളുടെ ബുക്ക്. അപ്പൊ ഈ എന്താ പറയാ, നൗണിന്റെ കൂടെ അവസാനം എന്ത് ചേർന്ന് വന്നിട്ടാണ്? ചേർന്ന് വന്ന ഒരു പൊസസീവ് പ്രോനൗൺ, ഒരു സർവനാമം, ഒരു ഉടമസ്ഥത പറയാനുള്ള ഒരു സർവനാമം ചേർന്ന് വന്നിട്ടുണ്ട്, പൊസസീവ് പ്രോനൗൺ. അതിന്റെ പൊസസീവ് പ്രോനൗൺ എന്നാ പറയാം. അപ്പം അത് ഏതൊക്കെയാണ്? ഹു, കാഫ്, ഹും, ഹ, യാ, പിന്നെ ന. അതായത് കിതാബുന, ഞങ്ങളുടെ ബുക്ക്. കിതാബുഹ, അവളുടെ ബുക്ക്. അപ്പൊ ഇത്രയും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അത് അറിയുന്നവർക്ക് മനസ്സിലാവും, അറിയാത്തവർക്കാണ് ഒന്നുകൂടി പറഞ്ഞു തരുന്നത്. ഒരു നൗണിന്റെ കൂടെ ചേർന്ന് വരുന്ന noun, ഒരു പ്രോനൗൺ, അതിന് പൊസസീവ് പ്രോനൗൺ എന്നാ പറയുന്നത്. പൊസസീവ് പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരാളുടെ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ട് കിതാബുഹു, അവന്റെ ബുക്ക്. കിതാബുഹും, അവരുടെ ബുക്ക്. കിതാബുക്ക, നിന്റെ ബുക്ക്. കിതാബുക്കും, നിങ്ങളുടെ ബുക്ക്. കിതാബി, എന്റെ ബുക്ക്. കിതാബുന, ഞങ്ങളുടെ ബുക്ക്. കിതാബുഹ, അവളുടെ ബുക്ക്. അപ്പൊ ഈ കാര്യങ്ങളാണ് ഒന്നാമത് പഠിക്കാനുള്ളത്. രണ്ടാമത് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞ ഒരു നൗണിന്റെ കൂടാണ് ഈ പൊസസീവ് പ്രോനൗൺ ചേർക്കാം. അപ്പം അഹുൻ, അബുൻ, ഈ രണ്ട് നാമത്തിന്റെ കൂടെ ഈ പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോഴുള്ള പ്രത്യേകതകൾ. അബുൻ എന്ന് പറഞ്ഞാൽ ഫാദർ, പിതാവ് എന്ന അർത്ഥം. അഹുൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബ്രദർ, സഹോദരൻ എന്ന അർത്ഥം. അപ്പൊ ഈ രണ്ട് നാമങ്ങളോടൊപ്പം ഈ പൊസസീവ് പ്രോനൗൺ ചേർന്ന് വരുമ്പോൾ ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തത് പഠിക്കുന്നത്. പിന്നെ അടുത്തത് പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ് ലീ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരാളുടെ ഉടമസ്ഥത, ബിലോങ്ങിങ് ടു, ഒരാളുടെ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പറഞ്ഞത് ലീ. അതിന് ശേഷം വരുന്നതിന് എന്ത് വേണം? കസ്ർ വേണം. അത് ആ ലീന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർന്ന് വരുമ്പോ ആ ലീന്റേത് എന്താവും? ഫത്തഹാവും. കസ്ർ ഉള്ളത് എന്താവും? ഫത്തഹാവും. അതായത് ലഹു, അതായത് മനസ്സിലായോ? ലീ എന്നുള്ളത് എന്താണ്? ഒരു ബിലോങ്ങിങ്, നമ്മൾ പറഞ്ഞ ഒരാളുടെ ഉടമസ്ഥത പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, ഒരു ഹർഫാണ് എന്ത്? ലീ എന്നത്. അത് ഒരാളുടെ ഉടമസ്ഥത. പക്ഷെ അത് ഈ പൊസസീവ് പ്രോനൗൺ അതിന്റെ കൂടെ ചേർക്കുമ്പോൾ ആ ലീ എന്നുള്ളതിന്റെ കസ്ർ എന്തായി മാറും? ഫത്തഹായി മാറും. അതായത് അതിന്റെ കൂടെ ലഹു, അവന്. ലഹും, അവർക്ക്. ലക, നിനക്ക്. ലക്കും, നിങ്ങൾക്ക്. ലീ, എനിക്ക്. ലന, ഞങ്ങൾക്ക്. ലഹ, അവൾക്ക്. അപ്പൊ ആ ലീ എന്നുള്ളത് എന്താവും? അതിന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോൾ എന്താവും? ആ ലീ എന്നുള്ളത് എന്താവും? കസ്ർ ഉള്ളത് ഫത്തഹായി മാറും, ആ ലീന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോ. പിന്നെ നമ്മൾ ഏതൊക്കെ ക്രിയകളെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ 3 ക്രിയകൾ പഠിച്ചാൽ ഏതൊക്കെ ചെയ്യുന്നു? ഖറജ, ദഹബ, ജലസ. ഖറജ പറഞ്ഞാൽ പുറപ്പെട്ടു, അവൻ പുറപ്പെട്ടു. ദഹബ പറഞ്ഞാൽ അവൻ പോയി. ഒക്കെ മസ്കുലിൻ ആട്ടോ. ദഹബ അവൻ പോയി. ഖറജ അവൻ പുറപ്പെട്ടു. ജലസ അവൻ ഇരുന്നു.
ഈ ക്രിയകളാണ് നമ്മൾ 3 പഠിച്ചത്. അപ്പൊ ഇതിന്റെ അടുത്ത ലെവലാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇതിന്റെ അവൻ പോയി, അവൻ ഇരുന്നു, അവൻ പുറപ്പെട്ടു, ഇങ്ങനെയാണ് പഠിച്ചത്. ഇനി ഈ വെർബിന്റെ ഈ ക്രിയയുടെ അടുത്ത രൂപമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് അതിവിടെ എത്തുമ്പോ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ദഹബ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പോയി എന്നാണ്. ദഹബ ദഹബ അവൻ പോയി. അപ്പൊ അത് നമുക്ക് എന്താ പോയി ആക്കണം? നീ പോയി എന്നാക്കണം. അപ്പൊ നീ പോയി, നീ ഒരു ആൺ പോയി. മസ്കുലിൻ ആണ്, ഫെമിനിൻ അല്ല, മസ്കുലിൻ. നീ ഒരു ആൺ പോയി എന്നുള്ളതിന് എങ്ങനെ പറയാ? ദഹബത്ത. ആ ദഹബ എന്നുള്ളതിന്റെ ബാന്റെ മേലെ സുക്കൂന് കൊടുത്തിട്ട് താന്റെ മേലെ ഫത്ഹ് കൊടുക്കുക. ദഹബത്ത. ദഹബത്ത പറഞ്ഞാൽ നീ ഒരു ആൺ പോയി. ആ ദഹബ എന്നുള്ളതിന്റെ അവസാനം സുക്കൂന് കൊടുത്തിട്ട് താന്റെ മേലെ ഫത്തഹ ഇട്ടാൽ അതെന്തായി? നീ ഒരു ആൺ പോയി എന്നാവും. മനസ്സിലായോ? ദഹബത്ത, നീ ഒരാൺ പോയി. ഇനി ഞാൻ പോയി എന്ന് പറയണെങ്കിലോ, ഞാൻ പോയി എന്നുള്ളത് മസ്കുലിനും ഉപയോഗിക്കുക, ഫെമിനിനും ഉപയോഗിക്കുക, അത് രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ദഹബത്തു, ഞാൻ പോയി. അതായത് വെർബിന്റെ ഈ ദഹബ എന്ന ക്രിയയുടെ മറ്റൊരു രൂപമാണ് പഠിക്കാൻ പോകുന്നത്. ദഹബത്ത എന്ന് പറഞ്ഞെങ്കിൽ നീ പോയി. ദഹബത്തു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പോയി. ആ താന്റെ മേലെ ഫത്തഹ് ഉള്ളത് ലൊമ്മാക്കാം. അപ്പൊ എന്താവും? ദഹബത്തു, ഞാൻ പോയി. അപ്പൊ ദഹബ പറഞ്ഞാൽ അവൻ പോയി. ദഹബത്ത, നീ ഒരു ആൺ പോയി. ദഹബത്തു, ഞാൻ പോയി. മനസ്സിലായി? ഇതാണ് ക്രിയയുടെ മറ്റൊരു. അപ്പൊ ജലസ ആണെങ്കിൽ ജലസ്ത, നീ ഒരു ആൺ പോയി. ജലസ്തു അല്ല, നീ ഒരു ആൺ ഇരുന്നു. ജലസ്തു, ഞാൻ ഇരുന്നു. മനസ്സിലായി നിങ്ങൾക്ക് പൊസസീവ് പ്രൊനൗൺസിന്റെ പ്രയോഗങ്ങള്? ഇനി പിന്നെ ഞാൻ പറഞ്ഞേ അഹുൻ അഹുൻ വരുന്നതിനുള്ള വ്യത്യാസങ്ങൾ. അതായത് നമ്മളിപ്പോ പറഞ്ഞേക്ക് ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ. നിങ്ങൾ നോക്കി ഇവിടെ ഇത് നോക്കണേ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. കിതാബ് എന്നുള്ളത് എന്താണ്? ഒരു ബുക്ക്. കിതാബുൻ, ഒരു ബുക്ക്. അത് അവന്റെ ബുക്ക് ആക്കണമെങ്കിൽ കിതാബുഹു. അവരുടെ ബുക്ക് പറയണമെങ്കിൽ കിതാബുഹും. നിന്റെ ബുക്ക് പറയണമെങ്കിൽ കിതാബുക. നിങ്ങളുടെ ബുക്ക് പറയണമെങ്കിൽ കിതാബുക്കും. എന്റെ ബുക്ക് പറയണമെങ്കിൽ കിതാബി. ഞങ്ങളുടെ ബുക്ക് പറയണമെങ്കിൽ കിതാബുന. അവളുടെ ബുക്ക് പറയണമെങ്കിൽ കിതാബുഹ. അപ്പൊ ഈ നൗണിന് ഒരു വ്യത്യാസം അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. അതിന്റെ അവസാനം എന്ത് ചെയ്യുന്ന ഒരു പൊസസീവ് പ്രോനൗൺ ചേർത്താൽ മാത്രമുള്ള ആ നൗണിന് അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ അബുൻ അഹുൻ എന്ന നൗണിന്, അബുൻ അഹുൻ എന്ന ആ രണ്ട് നൗണിന് എത്ര അക്ഷരങ്ങളാണുള്ളത്? 2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അഹുൻ അബുൻ 2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കിതാബുഹു, കിതാബുക, കിതാബുക അതിലൊരു വ്യത്യാസം സംഭവിക്കുന്നില്ല. പക്ഷെ അബുൻ അഹുൻ എന്നതിന്റെ കൂടെ അവന്റെ ഉപ്പ, നിന്റെ ഉപ്പ, നിങ്ങളുടെ ഉപ്പ, ഇങ്ങനെയൊക്കെ അർത്ഥം വെക്കണമെങ്കിൽ ഒരു പൊസസീവ് പ്രോനൗൺ ആ രണ്ട് നാമങ്ങളുടെ കൂടെ ചേർന്ന് വരുമ്പോ എന്തായി മാറും? അഹുന്ന് കഴിഞ്ഞിട്ട് എന്തായി? ഒരു വാവ് നീട്ടി വരും, എക്സ്ട്രാ വാവ് വരും. അതായത് അബൂഹു, അവന്റെ ഉപ്പ. അബൂഹും, അവരുടെ ഉപ്പ. അബൂക്ക, നിന്റെ ഉപ്പ. അബൂക്കും, നിങ്ങളുടെ ഉപ്പ. അബി അല്ല, അബൂന, ഞങ്ങളുടെ ഉപ്പ. പിന്നെ അവിടെ അബി എന്ന് പറയുമ്പോ എന്തായി? ലാസ്റ്റ് ഒരു അയാ വന്ന്. പിന്നെ അബൂഹ, അവളുടെ ഉപ്പ. അപ്പൊ അതിലെന്താ? ഇത് അവിടെ കണ്ടില്ലേ എക്സ്ട്രാ ഒരു വാവ് വന്നത്? ഇവിടെ നോക്കി, അയിന അബൂക്ക. ഇവിടെ അബു എന്നുള്ളത് എന്താണ്? അബുന് മാത്രമാണ് എന്താ നൗണ്. പക്ഷെ ആ നൗണിന്റെ കൂടെ എന്താ? ഒരു പൊസസീവ് പ്രോനൗൺ ചേർന്ന് വരുമ്പോ എന്താവും? ആ അബുന് കഴിഞ്ഞിട്ട് എന്ത് വരും? എക്സ്ട്രാ വാവ് വരും ഒരു പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോ. അബൂക്ക, നിന്റെ ഉപ്പ. പക്ഷെ അത് ഏതാണ്? ബാക്കി ഇനിയും വേറെ വാവ് വരുന്ന വേറെ സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ രണ്ട് സന്ദർഭം മാത്രമേ പഠിക്കുന്നുള്ളൂ. അതായത് ഇലാഫത്ത് ചെയ്യുമ്പം എക്സ്ട്രാ വാവ് വരുന്ന രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന് അഹുന്നുള്ളതും ഒന്ന് അബുന്നുള്ളതും. ഇത്രയും ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ആദ്യം എന്റെ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാ. രണ്ട് പിന്നെ ലെറ്റർ എന്താണ്? വേർഡ് ആണെങ്കിൽ
രണ്ട് ലെറ്റർ ഉള്ള വേർഡ് ആണെങ്കിലേ ഒരു വാവ് ചേർത്തിട്ട് രണ്ട് പിന്നെ ലെറ്റർ ഉള്ള വേർഡ് രണ്ട് ലെറ്റർ അല്ല, രണ്ട് ലെറ്റർ ഉള്ള വേർഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. അബുൻ അഹുൻ എന്നുള്ള എത്ര ലെറ്റർ ഉള്ളത്? രണ്ട് ലെറ്റർ ഉള്ളത്. അബുൻ അഹുനുള്ള മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഒരു വേർഡിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. അബുൻ അഹുൻ എന്നുള്ള വേർഡില് ആ വേർഡ് ആ നാമത്തിന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? അത് എക്സ്ട്രാ ഒരു വാവ് വരും. അബൂക്ക, അബൂഹു, അഹൂഹ, അഹൂഹു, അഹൂക്കും, അഹൂന, അങ്ങനെ എക്സ്ട്രാ വാവ് വരും. ഈ രണ്ട് വേർഡിന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വേർഡിന്റെ കൂടെ അല്ല, അത് ശ്രദ്ധിക്കണം. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് അബുൻ അഹുൻ എന്നുള്ള വാക്കിന്റെ കൂടെ മാത്രം. വേറെ സന്ദർഭങ്ങൾ വരുമ്പോ നിങ്ങൾ ഇപ്പൊ രണ്ട് സന്ദർഭങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ലീ എന്നുള്ളത് എന്താണ്? ഒരാളുടെ ഉടമസ്ഥത പറയാൻ വേണ്ടിട്ട് ആ ലീന്റെ കൂടെ ഈ പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോ എന്താ? ആ ലീന്റെ കസ്ർ എന്തായി മാറും? ഫത്തഹായി മാറും. അതായത് ലഹു, ലഹും, ലക്ക, ലക്കും, ലീ, ലന, ലഹ, ആ കസ്റുള്ളത് എന്തായി മാറും? ഫത്തഹായി മാറും. പക്ഷെ എന്താണ്? ലീക്ക് മാത്രം എന്താണ്? കസ്റാണ് കസ്റ്. അതായത് എന്റെ, എനിക്ക്, ലീ പറഞ്ഞാൽ എനിക്ക്, അതിന് മാത്രം എന്താണ്? കസ്റാണ്. ബാക്കി എല്ലാത്തിനും എന്താണ്? ഫത്തഹാണ്. എന്നാ ഇത് വായിച്ചാലോ? വായിക്കല്ലേ? അപ്പൊ എന്നാല് വായിക്കാം. മൻ അൻത. മൻ അൻത പറഞ്ഞാൽ എന്താണ്? അൻത എന്ന് പറഞ്ഞാൽ ആരോടാ ചോദിക്കുന്നത്? ഒരാണിനോടാണ്, ഒരു മസ്കുലിനാണ്. മൻ അൻത, നീ ആരാണ്? അപ്പൊ ഇവിടെ നീ ആരാന്ന് ചോദിക്കുന്നത് എന്താണ്? ഒരു നാമല്ല ചോദിക്കുന്നത്, പേരല്ല ഇവിടെ ചോദിക്കുന്നത്. മുഹമ്മദ് പറയാണ് അന തോലിബുൻ. അന തോലിബുൻ പറഞ്ഞ അന ഞാൻ, തോലിബുൻ. തോലിബുൻ പറഞ്ഞെന്താ? വിദ്യാർത്ഥി. വിദ്യാർത്ഥി അല്ല, ഒരു വിദ്യാർത്ഥി. ഇവിടെ എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. അപ്പൊ ഒരു വിദ്യാർത്ഥി പറയണം. അതായത് കൗണ്ടിങ് അല്ല, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണെന്ന് പറയണം. പക്ഷെ കൗണ്ടിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ എന്ന് പറയണം. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എവിടെ? ബിൽ ജാമിയത്തി. ഇവിടെ ബി വന്നതിനോട് എന്ത് ചെയ്ത്? ജാമ്യത്തിന് കസ്ർ വന്നു. ബിൽ ജാമിയത്തി. എവിടെ? യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി, കോളേജ്. സോറി, അത് നെറ്റ് കണക്ഷൻ പോയതാണ്. അപ്പം എന്താണ്? ആ അൻത. ആ അൻത പറഞ്ഞാൽ എന്താണ്? ആ അൻത. ഇതില് ഫസ്റ്റത്തെ ഉള്ള അലിഫ് എന്താണ്? ചോദ്യമാണ്. ആണോ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ആ അൻത എന്നുള്ളത് ഒരു വേർഡ് അല്ല. ഫസ്റ്റത്തെ ഉള്ള അലിഫ് എന്താണ്? ചോദ്യത്തിന്റെ അലിഫാണ്. അൻത എന്നുള്ളതാണ് എന്ത്? മറ്റൊന്ന്. അപ്പൊ ആ അൻത എന്ന് പറഞ്ഞ എന്താ? നീ ആണോ? തോലിബുൻ വിദ്യാർത്ഥി, ജദീദുൻ പുതിയ. അപ്പൊ തോലിബുൻ ജദീദുൻ എന്താണ് ഇവിടെ? നാമവിശേഷണമാണ്. തോലിബിന്റെ നാമവിശേഷണമാണ് എന്ത്? നഅത്താണ് എന്ത്? ജദീദുൻ എന്നത്. ആ അൻത തോലിബുൻ ജദീദുൻ. ആർ യു എ ന്യൂ സ്റ്റുഡന്റ്? നീ ഒരു പുതിയ വിദ്യാർത്ഥി ആണോ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണെന്ത്? ഒരു മാർഗം. ആണോ ഉണ്ടോ എന്ന് അർത്ഥം വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആണോ ഉണ്ട്, ആണോ ഉണ്ടോ. നെഗറ്റീവ് ക്വസ്റ്റ്യന്റെ മീനിങ് എന്തായിരിക്കും? അല്ലേ, ഇല്ലേ, അങ്ങനെ അർത്ഥം വരുന്നതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ പോസിറ്റീവ് ക്വസ്റ്റ്യനെ മനസ്സിലാക്കാന്നുള്ളതിന്റെ അർത്ഥമാണ് എന്ത്? ഉണ്ടോ ആണോ എന്നുള്ളത് അർത്ഥം മനസ്സിലാക്കാം. അപ്പൊ അതെന്താണ്? ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അല്ലേ, ഇല്ലേ എന്ന അർത്ഥമായിരിക്കും വരാം. അപ്പൊ ഇവിടെ എന്താണ്? ആ അൻത തോലിബുൻ ജദീദുൻ. നീ ഒരു പുതിയ വിദ്യാർത്ഥി ആണോ? അപ്പൊ ഇവിടെ തോലിബുൻ ജദീദുൻ
മനൂത്തും നാത്തുമാണ്. അതായത് ജദീദ് എന്നത് എന്താണ്? നാമവിശേഷനാണ് തോലിബിന്റെ. അൻത തോലിബുൻ ജദീദ്, നീ ഒരു പുതിയ വിദ്യാർത്ഥിയാണോ? അപ്പൊ മുഹമ്മദ് ചോദിക്കാണ് നഅം, അതെ, അന തോലിബുൻ ജദീദ്, ഞാൻ എന്താണ്? പുതിയ വിദ്യാർത്ഥി ആണ്. അൻത അല്ല, അന തോലിബുൻ ജദീദ്, ഞാൻ പുതിയ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് അർത്ഥം പറയാട്ടോ, ഇതൊക്കെ പഠിച്ച വേർഡ്സ് ആണ്. അപ്പൊ ഹാമിദ് ചോദിക്കാണ് മീൻ ഐന അൻത. നിങ്ങൾക്കിപ്പോ ഇനിയിപ്പോ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങോട്ട് പോയാൽ കാണണ്ട, ഷെക്കിൽ ഇല്ലാത്തതായിരിക്കും. ഇപ്പത്തെ ഇതില് ചാപ്റ്ററിൽ ഷെക്കിലുണ്ടോ? കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ഷെക്കിലുണ്ട്, ഈ ചാപ്റ്ററിൽ എന്തില്ല, തീരെ ഇല്ല. അവിടെ ഇവിടെയൊക്കെ കാണുള്ളൂ. അതായത് ഹർക്കത്ത് കാണുന്നുണ്ടോ ഷെക്കില്? അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഷെക്കിൽ ഇല്ലാതെ വായിക്കാൻ പഠിക്കണം. ഇനി അങ്ങോട്ട് എന്തെയില്ല, ടെക്സ്റ്റിന്റെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ എന്താ ഷെക്കിൽ ഉണ്ടാവില്ല, ആക്ടിവിറ്റീസിലൊന്നും ഷെക്കിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യണം, അർത്ഥം മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ചു പോകണം. അപ്പൊ ഇവിടെ അൻതി എന്നാണോ അൻത എന്നാണോ? ഇവിടെ മീൻ ഐന അൻത എന്നാണോ അൻതി എന്നാണോ? അന്ത. അൻത പറയാ. കാരണം എന്താണ്? ഇവിടെ ഒരു ആണിനോടാണ് ചോദിക്കുന്നത്. മീൻ ഐന അൻതി എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുമില്ല, അത് വേറെ കാര്യം. മീൻ ഐന അൻത, Where are you from? നീ എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ്? അപ്പൊ എന്താണ് മുഹമ്മദ് പറയും. ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്ററിലുള്ളത് പിന്നെയും കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ പഠിക്കാനുള്ളത് അടിയിലേക്കാണ് വരാം. അന മിനൽ ഹിന്ദി, ഞാൻ എവിടുന്നാണ്? ഐ എം ഫ്രം ഇന്ത്യ. അപ്പൊ നമ്മൾ ഇവിടെ രാജ്യത്തിന്റെ പേര് പറയുമ്പോ നമുക്ക് ഇവിടെ കെസറാണോ ഇല്ലയോ നോക്കാൻ വേണ്ടിട്ട് എന്താണ്, ഒറ്റ നോട്ടത്തിൽ നമുക്ക് അവിടെ കെസറാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്താ, അല്ലുണ്ടെങ്കിൽ എന്താവും? കെസർ ഉണ്ടാവും. എല്ലാ രാജ്യത്തിന്റെ പേരിന്റെ കൂടെ കെസർ ഉണ്ടാവില്ല. അതായത് കെസർ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. കെസർ വരുന്നതിനും അതിനു മുമ്പ് എന്താണ് കെസർ വരാനുള്ള എന്തെങ്കിലും ഹർഫ് വരണം. മീൻ, ഇല, അല, അങ്ങനെ എന്തെങ്കിലും വരണം. അപ്പൊ എല്ലാ രാജ്യത്തിന്റെ പേരിന്റെ കൂടെ എന്താണ് കെസർ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അമേരിക്ക, അത് കെസറാക്കാൻ പറ്റുമോ? അമേരിക്കക്ക് പറയുന്നതാണ്. അപ്പൊ അതിന് കെസറാക്കാൻ പറ്റുമോ? പറയേ കെസറാക്കാൻ പറ്റില്ലേ അമേരിക്കക്ക്? ഇല്ല. ഇല്ല. അപ്പൊ അതിന്റെ കൂടെ അല്ലുമില്ല. അപ്പൊ അല്ലുണ്ടെങ്കിൽ എന്തായാലും കെസർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണ് കെസർ ഉണ്ടോ ഇല്ലയോ മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്താണ് ആ രാജ്യത്തിന്റെ പേരിന്റെ കൂടെ അല്ലുണ്ടോ നോക്കാം. അല്ലുണ്ടെങ്കിൽ എന്താണ് കെസർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാ രാജ്യത്തിന്റെ കൂടെ പേരിന്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല, അല്ലുണ്ടാവില്ല, പിന്നെ കെസറും ഉണ്ടാവില്ല. അല്ലില്ലെങ്കിൽ എന്തുണ്ടാവില്ല, കെസർ ഉണ്ടാവില്ല. അത് നിങ്ങൾ ആലോചിക്കട്ടോ. എല്ലാ രാജ്യത്തിന്റെ പേരിന്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല, അല്ലുണ്ടാവില്ല. അല്ലില്ലെങ്കിൽ എന്തുണ്ടാവില്ല, കെസറും ഉണ്ടാവില്ല. അതിനൊരു ഉദാഹരണമാണ് അമേരിക്ക. അമേരിക്കക്ക് അല്ലില്ല, അതിനോട് കെസറുണ്ട്. അപ്പൊ അമേരിക്ക എന്താണ്? അമേരിക്ക എന്നോ അമേരിക്കു എന്നോ പറയാൻ പറ്റില്ല, അമേരിക്ക എന്നാണ് പറയേണ്ടത്. അപ്പൊ ഹാമിദ് ചോദിക്കാണ്. ഹാമിദ് ചോദിക്കാനുണ്ട്. ഹാമിദ് മിൻ വന്നതുകൊണ്ടല്ലേ കസറ് വന്നത്? മിനൽ കേട്ടില്ലേ? വന്നതുകൊണ്ടല്ലേ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ കൂടെ വരുമ്പോ എന്തുണ്ടാവണം? അല്ല് വേണം. പക്ഷെ എല്ലാ രാജ്യത്തിന്റെ പേരിന്റെ കൂടെ എന്തുണ്ടാവില്ല, അല്ല് ഉണ്ടാവില്ല. അതിനൊരു അല്ല, ഉദാഹരണമാണ് ഇപ്പം അമേരിക്ക. ഹിന്ദിന്റെ അവസാനം കസറ് വന്നതേ അതിന് മുന്നേ മിൻ വന്നതുകൊണ്ടാണോ? ഇൻ കേസ് മിൻ വരാതെ വരികയാണെങ്കിലും അല്ലുള്ള അതെ. രാജ്യത്തിന്റെ കൂടെ കസറ് വരുമോ? ഇല്ല. ഇവിടെ മിൻ വന്നത് കൊണ്ടാണ് എന്ത് വന്നത്? കസർ വന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് ചോദിച്ചിനാ, പറയാൻ മറന്നു ഗ്രൂപ്പില്. മക്തബ് എന്നുള്ളതിന് ഒരു ഡൗട്ട് ചോദിച്ചില്ലേനോ? അപ്പൊ മക്തബ് എന്നുള്ളത് എന്ത് പറയൂ? ടേബിളിന്, ഡെസ്കിനും പറയൂ, ഓഫീസിനും പറയും. അത് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് ചോദിച്ചതാണെങ്കിൽ നമ്മൾ എഴുതാനും നമ്മൾ വെച്ച് എഴുതുന്ന സ്ഥലത്തിന് പറയുന്നതാണ് മക്തബ്, ടേബിള്, ഡെസ്ക്. നമ്മൾ വെച്ച് എഴുതൂല, വെച്ച് എഴുതുന്ന സ്ഥലത്തിന് വെച്ച് എഴുതുന്ന ആ സ്ഥലത്തിന് പറയുന്നതാണ് എന്ത്? മക്തബ് എന്നുള്ളത്. നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു റൂം ഉണ്ടാവല്ലോ, ആ റൂമിന് പറയുന്നതാണ് ഓഫീസ്. അതാണ് അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം. അങ്ങനെ ആ ഡിഫറൻസ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ വെച്ച് എഴുതുന്ന സ്ഥലത്തിന്
എന്തിനെ മേലാണ് വെച്ച് എഴുതുന്നത്? അതാണ് മക്തബ്, ടേബിൾ, ഡെസ്ക്. ഏത് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്? അത് ഓഫീസ്. വെച്ച് എഴുതുന്ന സ്ഥലം ഓഫീസ്. വെച്ച് എഴുതുന്ന സാധനത്തിന് ടേബിൾ. ഓക്കെ അല്ലേ? അതൊന്ന് പറയാൻ മറന്നുപോയതാ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കെസറാണോ അല്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് അത് പറയാൻ കാരണം എന്താണ്? എല്ലാ നാമത്തിന്റെ കൂടെ അതായത് കെസറ് വരുന്ന സ്ഥാനത്ത് കെസറ് വരാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവും. അതിനാണ് ഒരു ഉദാഹരണം പറയുന്നത് അംബിക. ഇവിടെ മിൻ അംരീക്ക എന്ന് പറയുമ്പോ മിൻ അംരീക്കി എന്ന് പറയില്ല, മിൻ അംരീക്ക എന്ന് പറയുള്ളൂ. കാരണം എന്താണ്? അംബിക എന്നുള്ളത് അംബിക തന്നെയാണ്. ആ നീട്ടുള്ള അവസാനത്തെ ദീർഘം ഉണ്ടാവില്ല, സാഹചര്യത്തിനനുസരിച്ച് മാറൂല. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവിടെ കെസറ് ഉണ്ടോ നോക്കാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ആ ആ രാജ്യത്തിന്റെ കൂടെ അല്ല ഉണ്ടെങ്കിൽ എന്താണ് കെസറ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അന മിനൽ ഹിന്ദ്, ഞാൻ ഐ എം ഫ്രം ഇന്ത്യ. ഹാമിദും ചോദിക്കാണ് മസ് മുക്ക, മസ് മുക്ക. അപ്പൊ ഇവിടെ മാ ഇസ്മുക്ക എന്നാണ് ചോദിക്കേണ്ടത്, മസ് മുക്ക എന്നാണ് ചോദിക്കേണ്ടത്? മസ് മുക്ക ആണ് ചോദിക്കേണ്ടത്? മസ് മുക്ക എന്നാണ് ചോദിക്കേണ്ടത്? മാ ഇസ്മുക്ക എന്നാണ് ചോദിക്കേണ്ടത്? കാരണം എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞ ഇസ്മിനൊക്കെ എന്താണ്, അതിനു മുമ്പ് മറ്റൊരു വാക്ക് വരാണെങ്കിൽ എന്താണ് അവിടെ ആ ഇതുള്ളത് എന്താണ്, ആ ഉച്ചാരണം അവിടുന്ന് പോകും. പിന്നെന്താണ് ഇവിടെ നമ്മൾ മസ് മുക്കാന്ന് വെച്ചിട്ട് ഇവിടെ മാ കഴിഞ്ഞിട്ട് ഒരു ദീർഘമില്ല നീട്ടാന്, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടോ? മാന്ന് കഴിഞ്ഞിട്ട് ഒരു ദീർഘം ഉണ്ട് നീട്ടാന്, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പ്രൊനൗൺസ് ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇത് എന്ത് ചെയ്യണം? പ്രൊനൗൺസ് ചെയ്യാതെ ഇതിലേക്ക് എന്ത് ചെയ്യണം? പോണം. മസ് മുക്ക, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? മസ് മുക്ക, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? അപ്പൊ മുഹമ്മദ് പറയാണ് ഇസ്മി. അപ്പൊ നമ്മളെ ഒരാളോട് നമ്മൾ പേര് വെച്ചാൽ എന്താ പറയേണ്ടത്? ആണെങ്കിൽ പെടാം. നമ്മളോട് ഒരാൾ വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കും, അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ഇസ്മി മുഹമ്മദ്. ഇവിടെ എന്താണ്? മുഹമ്മദുൻ. മൈ നെയിം ഈസ് മുഹമ്മദ്. എന്റെ പേര് എന്താണ്? മുഹമ്മദ് ആണ്. ഇവിടെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്താ പറയുക? ഇസ്മി എന്ന് തന്നെയാണ് പറയാ, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇസ്മി മുഹമ്മദുൻ, മൈ നെയിം ഈസ് മുഹമ്മദ്. അടുത്ത ചോദിക്കാണ് വമൻ ഫതൽ. അപ്പൊ അർത്ഥം പറഞ്ഞോളി. വമൻ ഹാദൽ ഫത. ഫത പറഞ്ഞാൽ എന്താണ്? ഫത യുവാവ്, യങ് മാൻ, ഫത പറഞ്ഞാൽ എന്താണ്? യങ് മാൻ. യങ് മാൻ, ദ യങ് മാൻ, യുവാവ്. യുവാവിൻ who is this young man? വിത്ത്, ആ നെറ്റ് പോയിട്ടാട്ടോ, സോറി. അപ്പൊ എവിടുത്തി? വമൻ ഹാദൽ ഫത. ഈ യുവാവ് ആരാണ്? അല്ലദീമാക്ക, നിന്നോടൊപ്പമുള്ള ഈ യുവാവ് ആരാണ്? അപ്പൊ ഫത പറഞ്ഞാൽ എന്താ? യുവാവ്, യങ് മാൻ. അപ്പൊ എന്താണ്? ഹുവ ജമീലി. അവൻ ആരാണ്? ജമീലി, എന്റെ ക്ലാസ്മേറ്റ് ആണ്, അല്ലെങ്കിൽ കൊളീഗ് ആണ്, എന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ആണ്. ജമീലി പറഞ്ഞാല് ക്ലാസ്മേറ്റ്. ഹുവ ജമീലി, അവൻ എന്റെ എന്താണ്? ഹുവ ജമീലി. ജമീലി പറഞ്ഞാൽ എന്താണ്? എന്റെ ക്ലാസ്മേറ്റ്. ജമീലുഹു, അവന്റെ ക്ലാസ്മേറ്റ്. ജമീലുഹും, അവരുടെ ക്ലാസ്മേറ്റ്. ജമീലുക, നിന്റെ ക്ലാസ്മേറ്റ്. ജമീലുക്കും, നിങ്ങളുടെ ക്ലാസ്മേറ്റ്. ജമീലി, എന്റെ ക്ലാസ്മേറ്റ്. ജമീലുന, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്.
ജമീലുഹ അവളുടെ ക്ലാസ്മേറ്റ്. ഇനി ഇസ്മി എന്ന് പറയുകയാണെങ്കിലോ, ഇസ്മി എന്റെ പേര്, ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹും അവരുടെ പേര്, ഇസ്മുക നിന്റെ പേര്, ഇസ്മുക്കും നിങ്ങളുടെ പേര്. പിന്നെ ഇസ്മി എന്റെ പേര്, ഇസ്മുന ഞങ്ങളുടെ പേര്, ഇസ്മുഹ അവളുടെ പേര്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് കിട്ടുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഈ പൊസസീവ് പ്രോനൗൺസ് എന്ത് ചെയ്യുക, ചേർത്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു എളുപ്പമാവും, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ എല്ലാ നൗണിന്റെ കൂടെ എന്ത് ചെയ്യുക വെച്ച് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഹുവ ജമീലി അവൻ എന്റെ കൂട്ടുകാരനാണ്, ജമീലി എന്റെ കൂട്ടുകാരൻ. ഹാമിദ് പറയണം അഹുവ ഐലൻ മിനൽ ഹിന്ദി. ഹുവ ഹുവ ചോദിച്ചാൽ എന്താണ്, ഈസ് ഹി അവൻ ആണോ, ഐലൻ ഐലൻ പറഞ്ഞാൽ എന്താണ്, ഓൾസോ ഐലൻ പഠിച്ച വേർഡാണ്. ഓൾസോ അവനാണോ, ഐലൻ ഓൾസോ മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന്. ഹീസ് ഹി ഓൾസോ ഫ്രം ഇന്ത്യ അവനും ഇന്ത്യയിൽ നിന്നാണോ. അതായത് ഐലൻ പറഞ്ഞാല് നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാൻ കഴിയില്ല, പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ് ഓൾസോ, അവനും എന്താണ് ഇന്ത്യയിൽ നിന്നാണോ. അപ്പൊ എന്താ പറയുന്നത്, ലാ അല്ല, ഹുവ മിനൽ യാബാൻ അവൻ എവിടെ നിന്നാണ്, ഹുവ മിനൽ യാബാൻ, ഹി ഈസ് ഫ്രം ജപ്പാൻ അവൻ എവിടുന്നാണ്, ജപ്പാനിൽ നിന്നാണ്. ആര്, അവൻ. ആരാണ്, ക്ലാസ്മേറ്റിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഓൻ എവിടുന്നാണ്, ലാ ഹുവ മിനൽ യാബാൻ, ഹി ഈസ് ഫ്രം ജപ്പാൻ. ചോദിക്കാണ് ഹാമിദ് മസ്മുഹു അവന്റെ പേരെന്താണ്, മസ്മുഹു അവന്റെ പേരെന്താണ്. അപ്പൊ മുഹമ്മദ് പറയാം ഇസ്മുഹു ഹംസ അവന്റെ പേരെന്താണ്, ഹംസ. അപ്പൊ നിങ്ങളൊന്ന് ഇവിടെ പറഞ്ഞേരി, ഇവിടെ ആണുങ്ങളെ പേര് പറയുമ്പോ തെൻവീന് വേണമെന്നല്ലേ പറഞ്ഞു, ഇവിടെ തെൻവീൻ ഇല്ലല്ലോ, അത് അറിയാമായിരിക്കെങ്കിലും. ആണുങ്ങളെ അതെ നമ്മൾ തെൻവീന് പറ്റാത്തത് ഏത് നാമിന്റെ കൂടെ പറഞ്ഞത്, ഫീമെയിൽ പ്രോപ്പർ നൗൺ, അതായത് സ്ത്രീലിംഗ നാമത്തിന് എന്ത് പറ്റൂല, ഫീമെയിൽ പ്രോപ്പർ അതായത് സ്ത്രീകളുടെ പേരിന് എന്ത് പറ്റൂല, തെൻവീന് പറ്റൂല. തൻവീൻ ഉണ്ടാവില്ല. തെൻവീൻ ഇടാം. പക്ഷെ ഇവിടെ ഹംസ എന്നുള്ളത് ഒരു ആണിന്റെ പേരല്ലേ, അപ്പൊ ഇവിടെ എന്താ തെൻവീൻ ഇല്ലാത്തത്. നമ്മൾ ഹാമിദ് മുഹമ്മദ് എന്നൊക്കെ പറയുമ്പോ അവസാനം തെൻവീൻ ഉണ്ട്. അപ്പം അത് തന്നെ ഫീമെയിൽ പ്രോപ്പർ നൗണ് നമ്മൾ പറഞ്ഞ ഒരു അടയാളമാണ്, അത് സ്ത്രീകളുടെ പേരാണ് നോക്കാൻ വേണ്ടിട്ട് അവസാനം എന്തുണ്ടാവും, ഈ റൗണ്ട് താ ഉണ്ടാവും. അപ്പൊ ഈ റൗണ്ട് താ ഉള്ളത് ആണുങ്ങളെ പേരിന്റെ കൂടെ ഉണ്ടാവും. അതിനൊരു ഉദാഹരണമാണ് എന്ത്, ഹംസ, മുആവിയ, ഉസാമ ഇതൊക്കെ ആണുങ്ങളെ പേര്, പക്ഷെ അതിന്റെ അവസാനത്ത് എന്തുണ്ട്, താ ഉണ്ട്. അപ്പൊ ഈ കെട്ടിന് താ ഒരു മെയിൽ പ്രോപ്പർ നൗണിന്റെ കൂടെ വന്നാൽ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അതായത് ഒരു മെയിൽ പ്രോപ്പർ നൗണിന്റെ കൂടെ ഈ താ വന്നേക്കാണെങ്കിൽ എന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. അവിടെ ഹംസത്തു എന്നാണ് പറയുന്നത്, ഹംസത്തുൻ എന്ന് പറയാൻ പറ്റൂല. കാരണം അവസാനം ഈ താ ഉള്ളത് കൊണ്ട് എന്താ പറ്റൂല. അതായത് ഫീമെയിൽ പ്രോപ്പർ നൗണിനെ സൂചിപ്പിക്കുന്ന ഈ റൗണ്ട് താ മെയിൽ പ്രോപ്പർ നൗണിന്റെ കൂടി വരും. മുആവിയ, ഹംസ, ഉസാമ എന്നൊക്കെ പറഞ്ഞ പോലെ അവസാനം താ ഉണ്ടാവും. അപ്പൊ അത് മെയിൽ പ്രോപ്പർ നൗൺ ആണെങ്കിലും അവിടെ എന്ത് വന്ന്, സ്ത്രീകളെ സൂചിപ്പിക്കുന്ന താ വന്ന്, അതുകൊണ്ട് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അവിടെ ഹംസത്തു എന്നാണ് പറയേണ്ടത്. അപ്പൊ ഹാമിദ് ചോദിക്കാണ് മാലു അത്തുക യാ മുഹമ്മദു. ഇവിടെ മുഹമ്മദ് എന്ന് പറയാൻ പറ്റോ, യാ മുഹമ്മദ് എന്ന് പറയാൻ പറ്റോ, അവിടെ ശ്രദ്ധിക്കൊന്നുമില്ല. മുഹമ്മദ് അവിടെ യാ വന്നാൽ അതിന്റെ ശേഷം എന്ത് പറ്റൂല, തെൻവീന് പറ്റൂല. അവിടെ യാ മുഹമ്മദ് എന്നാണ് പറയുന്നത്. അപ്പൊ മാലു അത്തുക വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്, നിന്റെ ഭാഷ ഏതാണ്, യാ മുഹമ്മദ് മുഹമ്മദ് നിന്റെ ഭാഷ എന്താണ്. അപ്പൊ ഇവിടെ എന്താണ്, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ലുഅത്തുഹു അവന്റെ ഭാഷ, ലുഅത്തുഹും അവരുടെ ഭാഷ, ലുഅത്തുക നിന്റെ ഭാഷ, ലുഅത്തുക്കും നിങ്ങളുടെ ഭാഷ, ലുഅത്തി എന്റെ ഭാഷ, ലുഅത്തുന ഞങ്ങളുടെ ഭാഷ, ലുഅത്തുഹ അവളുടെ ഭാഷ. അപ്പൊ ഇത് അണ്ടർസ്റ്റാൻഡ് കൂടാനുള്ളവർക്ക് ഒന്നും കൂടി മനസ്സിലാവും. അതിലില്ലാത്തവർക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്താണ് മുഹമ്മദ് പറയാം, ലുഅത്തി അൽ ഉറുദിയ എന്റെ ഭാഷ എന്താണ്, അൽ ഉറുദിയ മൈ ലാംഗ്വേജ് ഈസ് ഉറുദു. ഉറുദിയ പറഞ്ഞാൽ എന്താണ്, ഉറുദുവിൽ പറഞ്ഞതാണ്. മൈ ലാംഗ്വേജ് ഈസ് ഉറുദു. ഈസ് ഇറ്റ് ആൻ ഈസി ലാംഗ്വേജ്, അതൊരു എളുപ്പമുള്ള ഭാഷ. സഹലത്തിന് എന്താണ്, നാമവിശേഷനാണ്, എളുപ്പമുള്ള ലുഅത്തിന്റെ നാമവിശേഷനാണ് എന്ത്, സഹലത്ത്. അതൊരു എളുപ്പമുള്ള ഭാഷയാണ്. ഹിയ ലുഅത്തുൻ സഹലത്തുൻ, ഈസ് ഇറ്റ് ആൻ ഈസി ലാംഗ്വേജ്. അപ്പൊ മുഹമ്മദ് പറയാം നാം ഹിയ ലുഅത്തുൻ സഹലത്ത്, അതെ
ഇറ്റ് ഈസ് ആൻ ഈസി ലാംഗ്വേജ്. അതെന്താണ്, ഒരു എളുപ്പമുള്ള ഭാഷയാണ്. അപ്പൊ ഹാമിദ് ചോദിക്കാണ്, അപ്പൊ ഹംസന്റെതോ? ആൻഡ് ഹംസ മാ ലുഅത്തുഹു, വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്? അല്ല, വാട്ട് ഈസ് ഹിസ് ലാംഗ്വേജ്. ഇവിടെ ലുഅത്തുഹു എന്നാട്ടോ. അപ്പൊ എന്താണ് അവന്റെ ഭാഷ എന്താണ്? മാ ലുഅത്തുഹു, വാട്ട് ഈസ് ഹിസ് ലാംഗ്വേജ്. അവന്റെ ഭാഷ എന്താണ്? ആരുടെ? ഹംസന്റെ. ഹംസ ആൻഡ് ഹംസ മാ ലുഅത്തുഹു, അവന്റെ ഭാഷ എന്താണ്? അപ്പൊ മുഹമ്മദ് പറയാണ് ലുഅത്തുഹു അവന്റെ ഭാഷ അൽ യാബാനിയ, Yabani. എന്താണ്? ജാപ്പനീസ്. ഹിസ് ലാംഗ്വേജ് ഈസ് ജാപ്പനീസ്. അവന്റെ ഭാഷ എന്താണ്? ജാപ്പനീസ് ആണ്. വഹിയ ലുഅത്തുൻ സ്വഅബത്തുൻ, അതെന്താണ്? സ്വഅബത്തുൻ പറഞ്ഞ എന്താണ്? Tough. Hard. സ്വഅബത്തുൻ ബുദ്ധിമുട്ട് ടഫ്, ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട്. അപ്പൊ എന്താണ്? വഹിയ ലുഅത്തുൻ സ്വഅബത്തുൻ, ഇറ്റ് ഈസ് ആൻ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. അതെന്താണ്? ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് എന്ത്? ജാപ്പനീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ഹാമിദ് പറയാണ് ഐന അബൂക യാ മുഹമ്മദു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർത്തപ്പോ എന്തേ? അബൂന്റെ കഴിഞ്ഞപ്പോ ഒരു എക്സ്ട്രാ വാവ് വന്ന്. ഐന അബൂക യാ മുഹമ്മദു, ഏ മുഹമ്മദ് നിന്റെ ഉപ്പ എവിടെ? ഹേ മുഹമ്മദ് വേർ ഈസ് യുവർ ഫാദർ, നിന്റെ ഉപ്പ എവിടെ? അപ്പൊ മുഹമ്മദ് പറയാണ് അബി ഫിൽ കുവൈത്തി, എന്റെ ഉപ്പ എവിടാണ്? കുവൈത്തിലാണ്. അബി എന്റെ ഉപ്പ, ഫിൽ കുവൈത്തി കുവൈത്തിലാണ്. ഹുവ ത്വബീബുൻ ഷഹീറുൻ, ഷഹീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ത്വബീബുൻ ഷഹീറുൻ, ഫേമസ്. Famous. ഫേമസ്. അപ്പൊ എന്താണ്? ഹുവ ത്വബീബുൻ ഷഹീറുൻ, അവൻ എന്താണ്? ഒരു പ്രശസ്തനായ ഒരു Famous ഡോക്ടറാണ്. ആര്? Abi. അവന്റെ ആ ഉപ്പ. മുഹമ്മദിന്റെ ഉപ്പ എന്ന് പറയുന്നത്. ഹുവ ത്വബീബ് പറഞ്ഞാല് ഡോക്ടർ, ഷഹീറുൻ പറഞ്ഞ ഫേമസ്, അവൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. അയിന ഉമ്മുക്ക, നിന്റെ വേർ ഈസ് യുവർ മദർ. അപ്പൊ നിങ്ങളൊന്ന് പറയുന്നത് ഇവിടെ ഉമ്മ എന്നുള്ളതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഉമ്മ എന്നുള്ളതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഉമ്മ എന്നുള്ളതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഉണ്ട്. എത്ര? കേട്ടില്ല. രണ്ട്. ഉമ്മൂല് രണ്ട്. രണ്ട്. ആ, വേറെ ഏതെങ്കിലും അഭിപ്രായമുള്ളവരുണ്ടോ? രണ്ടല്ലാന്ന് പറയുന്നവര്? രണ്ടും മാ വരും. രണ്ട് മിനിറ്റ്. അതാണ് ഞാൻ ചോദിച്ചത്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് കറക്റ്റ് പറഞ്ഞേരി. കായ് കൂട്ടുമ്പോ മൂന്ന്. രണ്ടാണോ? കറക്റ്റ് പറഞ്ഞേരി. രണ്ടാണ്. 3 ലെറ്റർ അല്ലേ? മൂന്ന് പറയുമ്പോ രണ്ട്. 3 ലെറ്റേഴ്സ്. കാരണം എന്താണ്? മീമിന്റെ മേലെ ശ്രദ്ധ കണ്ടില്ല, അത് ശരിക്കും 2 മീമാണ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധ ഇട്ടത്. ഇവിടെ 2 മീമായതുകൊണ്ടാണ് ശ്രദ്ധ ഇട്ടത്. അപ്പൊ അയിന ഉമ്മുക ആൻഡ് വേർ ഈസ് യുവർ മദർ. അപ്പൊ എന്ന് പറഞ്ഞോക്കി, ഉമ്മുഹു അവന്റെ ഉമ്മ, ഉമ്മുഹു അവരുടെ ഉമ്മ, ഉമ്മുക നിന്റെ ഉമ്മ, ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ, ഉമ്മി എന്റെ ഉമ്മ, ഉമ്മുന ഞങ്ങളുടെ ഉമ്മ, ഉമ്മുഹ അവളുടെ ഉമ്മ. അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കണേ. അപ്പൊ മുഹമ്മദ് പറയാം ഹിയ ഐലൻഡ് ഫിൽ കുവൈത്തി മാ അബി. അപ്പൊ അവള് എവിടെ നിന്നാണ്? ഹി ഈസ് ഓൾസോ ഇൻ കുവൈറ്റ്. അവള് എവിടെയാണ്? കുവൈത്തിലാണ്. ആരോടൊപ്പം? മാ അബി എന്റെ ഉപ്പനോടൊപ്പം അവളും കുവൈത്തിലാണ്. ഹിയ മുദരിസത്തുൻ ഹുനാക്ക. അപ്പൊ മുദരിസത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മുദരിസത്തുൻ അർത്ഥം ടീച്ചർ, ലേഡി ടീച്ചർ. മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ ലേഡി ടീച്ചർ, മലയാളത്തിൽ അധ്യാപിക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ എന്താ പഠിച്ചത്? മുദരിസുൻ അധ്യാപകൻ. അപ്പൊ അത് ഫീമെയിൽ ആക്കണമെങ്കിൽ എന്താക്കിയാൽ മതി? അവസാനം താ കൊടുത്താൽ മതി. മുദരിസത്തുൻ. എന്ത് വ്യത്യാസം മാത്രമല്ല, മുദരിസുൻ എന്ന് പറയുമ്പോ അവസാനം ലൊമ്മാണുള്ളത്. അത് എന്താക്കും? സ്ത്രീലിംഗം ആവുമ്പോ എന്താ ആ ലൊമ്മുള്ളത് ഫത്തഹാവും. ആ സീന്റെ മേലുള്ള ലൊമ്മ എന്തായോ? ഫത്തഹാവും. മുദരിസത്തുൻ അതാണ്. അവിടെ എന്താണ്? ഒരു ടീച്ചറാണ്. ടീച്ചർ. അവളവിടെ എന്താണ്? ഒരു അധ്യാപികയാണ്. അദ്ഹബത, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയ. അദ്ഹബത ഇലൽ കുവൈത്തി യാ മുഹമ്മദു. അദ്ഹബത പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞു. റഹബത പോയോ? നീ പോയോ? പോയ. റഹബത പറഞ്ഞ മാത്രം എന്താണ്? ക്വസ്റ്റ്യൻ പോയി.
പോയി. നീ ദഹബത്ത പോയി. മാത്രം നീ പോയി. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ഹംസ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് ഒരു ചോദ്യമാണ് വന്നത്. ആ ദഹബത്ത നീ പോയിട്ടുണ്ടോ ഇലൽ കുവൈത്തി കുവൈത്തിലേക്ക്, യാ മുഹമ്മദ് ഏ മുഹമ്മദ് നീ കുവൈത്തിലേക്ക് പോയിട്ടുണ്ടോ? അപ്പൊ മുഹമ്മദ് പറയാം ഞാൻ ദഹബത്തു. അപ്പൊ ദഹബത്തു പറഞ്ഞാൽ എന്താണ്? അതെ അതെ ദഹബത്തു ഞാൻ പോയി. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ദഹബ എന്ന് മാത്രം പറയുമ്പോ എന്താണ്? 3 അക്ഷരം മാത്രമേ ഉള്ളൂ. അതിന്റെ വേറെ രൂപമാക്കുമ്പോ എന്താണ്? നീ പോയി ആക്കുമ്പോ എന്താ? ആ ദഹബ എന്നുള്ളതിന്റെ ബാന്റെ മേലെ എന്താവും? സുക്കൂനാവും. ആ താന്റെ മേലെ എന്താവും? ഫതഹ. അപ്പൊ ദഹബത്ത നീ പോയി. ആ താന്റെ മേലെ റൊമ്മാക്കുമ്പോ എന്താവും? ഞാൻ പോയി എന്നാ. ദഹബത്തു ഞാൻ പോയി. അപ്പൊ ഹംസ വസമീലുക ആൻഡ് യുവർ ക്ലാസ്മേറ്റ് അയിന അബൂഹു അയിന അബൂഹു അവന്റെ ഉപ്പ എവിടാണ്? അതായത് നിന്റെ ക്ലാസ്മേറ്റിന്റെ ഉപ്പ എവിടെയാണെന്നാ ചോദിക്കുക. അയിന അബൂഹു അവന്റെ ഉപ്പ എവിടെ? അപ്പൊ പറയാണ് അബൂഹു ഫിൽ യാബാൻ അവന്റെ ഉപ്പ എവിടാണ്? ജപ്പാനിലാണ്. അവന്റെ ഉപ്പ എവിടാണ്? ജപ്പാനിൽ. ഹുവ താജിറുൻ കെബീറുൻ ഹുവ താജിറുൻ അവനെന്താണ്? ഒരു കച്ചവടക്കാരനാണ്, വ്യാപാരിയാണ്. കെബീറുൻ അവൻ ഒരു വലിയ കച്ചവടക്കാരനാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. അപ്പൊ എന്താണ്? അവിടെ ഒരു എന്ന് പറയണം. ഹുവ താജിറുൻ കെബീർ അവൻ ഒരു വലിയ വ്യാപാരിയാണ്. ഈസ് എ ബിഗ് മെർച്ചന്റ്. അപ്പൊ ഹാമിദ് പറയാം അലക അഹുൻ യാ മുഹമ്മദു അലക അഹുൻ യാ മുഹമ്മദു. ഇവിടെ കണ്ടില്ല നമ്മൾ ലീന്ന് നമ്മൾ പറഞ്ഞ നേരത്തെ, അത് നമ്മൾ അതിന്റെ കൂടെ പൊസസീവ് പ്രൊനൗൺ അതിന്റെ കൂടെ ചേർക്കുമ്പോ എന്താവും? ആ ലീന്റെ അടിയിലുള്ള കസറ എന്താവും? ഫത്തഹായിട്ട് മാറും. അതാ ലക. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി. ലഹു അവന്, ലഹും അവർക്ക്, ലക നിനക്ക്, ലഹും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. അപ്പൊ ഇവിടെ എന്താണ്? അലക നിനക്കുണ്ട്, അഹുൻ ഒരു സഹോദരൻ, യാ മുഹമ്മദ് ഇവിടെ ഒരു എന്നല്ല അർത്ഥം വെക്കേണ്ടത്, സോറി. ഇവിടെ ഒരു സഹോദരൻ അല്ല ചോദിക്കേണ്ടത്, നിനക്ക് വല്ല സഹോദരനും ഉണ്ടോ? അലക അഹുൻ യാ മുഹമ്മദു ഡു യു ഹാവ് എനി ബ്രദർ നിനക്ക് വല്ല സഹോദരനും ഉണ്ടോ? ഒരു എന്ന് ഇവിടെ അർത്ഥം വെക്കരുത് കേട്ടോ. ഇവിടെ നമ്മള് ഇൻഡെഫിനിറ്റ് ആണ് വിചാരിച്ചിട്ട് ഒരു എന്നുള്ള അർത്ഥം വെക്കരുത്. ഇവിടെ വല്ല എനിയാണ്. അലക അഹുൻ യാ മുഹമ്മദു ഡു യു ഹാവ് എ മുഹമ്മദ് ഡു യു ഹാവ് എനി ബ്രദർ നിനക്ക് വല്ല സഹോദരനും ഉണ്ടോ? അപ്പൊ മുഹമ്മദ് പറയാം നാം അതെ, ലീ അഹുൻ വാഹിദുൻ എനിക്ക് എന്തുണ്ട്? ഒരു സഹോദരനുണ്ട്. ഐ ഹാവ് എ വൺ ബ്രദർ എനിക്ക് എന്തുണ്ട്? ഒരു സഹോദരനുണ്ട്. ഇസ്മുഹു അവന്റെ പേരെന്താണ്? ഉസാമ അവന്റെ പേരാണ് എന്ത്? ഉസാമ. അപ്പൊ ഇവിടെ നോക്കി, ഉസാമ ഒരു ആണിന്റെ പേരാണ്. പക്ഷെ എന്താണ്? അതിന്റെ അവസാനം ഈ താ വന്നത് കൊണ്ട് എന്താണ്? അതിന് ലൊമ്മ, ഒരു തെന്മീന് കളയപ്പെട്ടു. അതെന്താണ്? ഒരു ലൊമ്മായി. ലൊമ്മ മാത്രമേ തെന്മീന് കളയപ്പെട്ടു. അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? മെയിൽ പ്രോപ്പർ നൗണില് ചില നാമത്തിന് എന്തുണ്ടാവും? ലൊമ്മ കളയപ്പെടും. അതാണ് എന്ത്? അവസാനം ഈ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താ വന്നിട്ടാണെങ്കിൽ എന്താവും? മെയിൽ പ്രോപ്പർ നൗണിന്റെ കൂടെ ഈ സ്ത്രീകൾ സൂചിപ്പിക്കുന്ന താ വന്നെന്താ? അവിടെ തെന്മീന് കളയപ്പെടും. വഹുവ മായി അവന് വഹുവ അവൻ മായി എന്നോടൊപ്പമാണ്. ഹുന ഇവിടെ, ഹിയർ, ഫിൽ മദീനത്തിൽ മുനവ്വറ മദീന മുനവറയിൽ ഇവിടെ അവൻ എന്നോടൊപ്പമുണ്ട്, എന്നോടൊപ്പമാണ്. വലി ആൻഡ് വലി എനിക്കുണ്ട്. ഉഖ്തുൻ വാഹിദത്തുൻ ഒരു സഹോദരിയുമുണ്ട്. ഇസ്മുഹ അവളുടെ പേരെന്താണ്? ഇവിടെ ഇസ്മുഹ എന്നാട്ടോ പറയേണ്ടത്, വാഹിദത്ത് സ്മുഹ എന്നല്ല. ഇവിടെ എന്താണ്? ഒരു ബ്രേക്ക് വന്നു. ഇവിടെ ലീ അഹുൻ വാഹിദൻ കോമ വന്ന് ഒരു ബ്രേക്ക് വന്നു. അപ്പൊ ഇവിടെ ഇസ്മുഹു എന്ന് തന്നെ പറയണം. കാരണം അതിന് ശേഷം ഒരു വേർഡും ഇല്ല. പക്ഷെ എന്തിടാൻ പറ്റില്ല? ഹംസ ഇടാൻ പറ്റൂല. ഇത് ഹംസ ഇല്ലാത്ത നാമമാണ് എന്ത്? ഇസ്മുഹു എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? ഒരു ബ്രേക്ക് വന്ന് കോമ വന്ന്. അപ്പൊ ഇവിടെ എന്ത് ഇല്ല? ഒരു മുന്നിൽ ഒരു വാക്കുമില്ല. അപ്പൊ എന്താ? അവിടെ ഇസ്മുഹ സൈനബു അവളുടെ പേരെന്താണ്? സൈനബ് എന്നാണ്. വഹിയ ഫിൽ ഇറാഖി അവൾ എവിടാണ്? ഇറാഖിലാണ്. ആരോടൊപ്പം? മാ സൗജിഹ അവളുടെ ഭർത്താവിനോടൊപ്പം. സൗജുഹ അവളുടെ ഭർത്താവ് എന്താണ്? മുഹന്ദിസുൻ അവളുടെ ഭർത്താവ് എന്താണ്? മുഹന്ദിസ്. മുഹന്ദിസും പറഞ്ഞാൽ എന്താണ്? എഞ്ചിനീയർ. എഞ്ചിനീയർ. ഇനി അതൊരു ഒരു ഫീമെയിൽ എഞ്ചിനീയർ എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ്? ഒരു ഫീമെയിൽ എഞ്ചിനീയർ ആണ് പറയണമെങ്കിൽ എങ്ങനെയാണ്? മുഹന്ദിസത്തുൻ. 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 അപ്പം അപ്പൊ സൗജു അവളുടെ ഭർത്താവ് എന്താണ്? മുഹന്ദിസുൻ ഒരു എഞ്ചിനീയർ ആണ്.
അടുത്തത് ഹാമിദുൻ ആ ഇന്ദക സയ്യാറത്തുൻ യാ അഹി സഹോദര അഹി പറഞ്ഞ എന്റെ സഹോദര ആ ഇന്ദക സയ്യാറത്തുൻ നിന്റെ അടുത്ത് ഡു യു ഹാവ് എ കാർ നിന്റെ അടുത്ത് എന്തുണ്ടോ കാറുണ്ടോ നിന്റെ അടുത്ത് എന്തുണ്ടോ കാറുണ്ടോ അപ്പൊ ഇവിടെ പറയാം മുഹമ്മദ് പറയാം ഇല്ല മാ ഇന്ത്യ സയ്യാറത്തുൻ എന്റെ അടുത്ത് എന്തില്ല ഐ ഡോണ്ട് ഹാവ് എ കാർ എന്റെ അടുത്ത് എന്തില്ല കാറില്ല അപ്പൊ ഇവിടെ ഇല്ല പറയുമ്പോ എന്റെ അടുത്തില്ല പറയണെങ്കിൽ അങ്ങനെ മാ ഇന്ത്യ എന്റെ അടുത്തില്ല എന്ന് പറയണെങ്കിൽ എന്താ മാ ഇന്ത്യ സയ്യാറത്തുൻ എന്റെ അടുത്ത് കാറില്ല ഇന്ത്യ ദർറാജത്തിൽ എന്റെ അടുത്ത് എന്താ ഉള്ളത് സൈക്കിൾ ആണുള്ളത് അപ്പൊ ദർറാജത്തിൽ പറഞ്ഞ എന്താ സൈക്കിൾ ഇന്ത്യ എന്റെ അടുത്തുണ്ട് ഐ ഹാവ് എ സൈക്കിൾ ദർറാജത്തിൽ സൈക്കിൾ ഹംസത്തു ഹംസക്കോ ഇന്ദഹു അവന്റെ അടുത്ത് എന്തുണ്ട് സയ്യാറത്ത് അപ്പൊ ഹംസന്റെ അടുത്ത് എന്തുണ്ട് ഒരു കാറുണ്ട് ഇന്ദഹു സയ്യാറ അവന്റെ അടുത്ത് എന്തുണ്ട് ഒരു കാറുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് ഈ ഞാൻ വിചാരിക്കുന്നു ലായും മായും ഒരേ അർത്ഥമല്ലേ? അപ്പൊ രണ്ടും ഒരുമിച്ച് വരുന്ന എന്താ? അതില്ല ഇന്ത്യ അവിടെ മാ ഇന്ത്യൻ ഇല്ല നോ ഐ ഡോണ്ട് ഹാവ് എ കാർ അവിടെ പിന്നെ നമ്മൾ പറഞ്ഞില്ല ഐ ഡോണ്ട് ഹാവ് എന്റെ അടുത്തില്ല നമ്മൾ പറയാം നോ ഐ ഡോണ്ട് ഹാവ് എ കാർ അങ്ങനെ പറയുന്നില്ല അപ്പൊ ലാ ഇന്തി എന്ന് നമ്മൾ പറയാൻ ഇംഗ്ലീഷ് പറ്റത്തില്ലേ? ഇല്ല മാ ഇന്ത്യ ഇങ്ങനെ പ്രയോഗിക്കണം അതിനല്ലേ ഈ സെന്റൻസ് കൊണ്ട് കൊടുത്തത് ഇല്ല ഐ ഡോണ്ട് ഹാവ് എ കാർ പറയണമെങ്കിൽ മാ ഇന്ത്യ പറയണം അതാണ് അതിന്റെ യൂസേജ് മാ ഇന്ത്യ സയ്യാറത്തുൻ എന്റെ ഐ ഡോണ്ട് ഹാവ് എ കാർ അപ്പൊ എന്റെ അടുത്ത് ഇല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം മാ ഇന്ത്യ എന്റെ അടുത്തില്ല അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ മാലിയാത്തുക യാ മുഹമ്മദ് എന്ന് പറഞ്ഞില്ലേ ടീച്ചർ മാം നേരത്തെ കേട്ടില്ല മാലിയാത്തുക യാ എന്ത് മുഹമ്മദ് മാലിയാത്തുക യാ മുഹമ്മദ് എന്ന് ആ പറഞ്ഞില്ലേ അതില് യാ വന്നാല് മുഹമ്മദിനെ എന്താ അത് ഒന്ന് മറന്നു ആ മുഹമ്മദിന് തെൻമീന് വേണമെന്നാ യാ വന്നാൽ അവിടെ തെന്മീന് കളയപ്പെടും യാ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയണം വേണ്ട വേണ്ട അതായത് നമ്മള് അത് കഴിഞ്ഞ ചാപ്റ്റർ മുമ്പ് പഠിച്ച കാര്യം കേട്ടോ മറന്നുപോയി മുഹമ്മദ് എന്നുള്ളത് ഒരു നാമാണ് മുഹമ്മദ് ആ അത് മുഹമ്മദിന് ഒറ്റക്ക് പറയുമ്പോ എന്താണ് മുഹമ്മദ് എന്ന് പറയും തെന്മീനിട്ട് പറയണം പക്ഷെ മുഹമ്മദിന്റെ മുമ്പിൽ യാ അപ്പൊ നമ്മൾ അറബിയിലൊക്കെ എന്താ പറയാ ഒരാളെ വിളിക്കുന്നത് യാ മുഹമ്മദ് യാ ഉം. അഹി അങ്ങനെ പറയാം ഒരു യാന ഒരു വിളിക്കുമ്പോ കൂട്ടും അപ്പൊ അതിന്റെ മുമ്പിൽ യാ ചേർക്കുമ്പോ എന്താ യാ തെന്മീന് കളയപ്പെടും അപ്പം എന്താവും യാ മുഹമ്മദു എന്ന് മാത്രമാകുള്ളൂ യാ ഒരു തെൻമീൻ മുഹമ്മദു ആ തെന്മീൻ അവിടെ കളയപ്പെടും ഓക്കെ ഓക്കെ താങ്ക് യു ആ തെന്മീന് പറയുമ്പോ ഫത്തഹല്ല കേട്ടോ ലൊമ്മ കേട്ടോ ഓക്കെ ഓക്കെ യാ മുഹമ്മദ് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ലക്കാന്നുള്ളതും അല്ല ഇവിടെ ലീനുള്ളതും ലക്കാന്നുള്ളതും ഇന്താന്നുള്ളതൊക്കെ ഒരു അർത്ഥമില്ല അത് നിങ്ങൾ ഡൗട്ട് വയ്ക്കാത്ത ലീ ലക്ക ലീ പറഞ്ഞാൽ എന്റെ അടുത്ത് എലി എനിക്കുണ്ട് ലക്ക നിന്റെ അടുത്ത് നിനക്ക് ഇന്തൊക്കെ പറഞ്ഞാല് നിന്റെ അടുത്ത് അപ്പൊ എന്താ അതിലെടുത്ത് അതെന്താ മനസ്സിലാവുണ്ടോ ഡിഫറൻസ് എന്താ ജീവനില്ല ഇന്ന് ചോദിക്കേണ്ടത് ആരെ കൂടാണ് ഇവിടെ ഇന്ദക്ക ആ ഇന്ദക്ക സയ്യാറത്തുൻ നിന്റെ അടുത്ത് കാറുണ്ടോന്ന് അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ചോദിച്ചത് ആ ലക്ക് അഹുൻ നിനക്ക് എന്തുണ്ടോ സഹോദരൻ ഉണ്ടോ ചോദിക്കുന്നത് രണ്ടും ഏകദേശം എന്താണ് ഒരേ അർത്ഥാണ് പക്ഷെ എന്താണ് ഡിഫറെന്റ് ഒരു മീനിങ് ആണ് കാരണം എന്താണ് ഈ ലക്കാന്ന് ഉപയോഗിക്കുന്നത് എന്താണ് ഉപയോഗിക്കുന്നത് എന്താണ് റിലേഷൻസിന്റെ കൂടാണ് ലീനല്ല ലീനുള്ളത് എന്താണ് റിലേഷൻസിന്റെ കൂടാണ് ഉപയോഗിക്കേണ്ടത് ലീ റിലേഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ബോഡി അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് റിലേഷൻ പറഞ്ഞാൽ അഹുൻ ഒക്കെ എന്താണ് റിലേഷൻസ് ആണ് പിന്നെ പാർട്ട് ഓഫ് ദ ബോഡി പറഞ്ഞാൽ ശരീരത്തിലുള്ള അവയവങ്ങൾ ഫമുൻ ലീ അഹുൻ പറഞ്ഞാൽ എനിക്ക് വായുണ്ട് ലീ അഹുൻ എനിക്ക് ഒരു സഹോദരനുണ്ട് പക്ഷെ എന്താ പറയാൻ പറ്റില്ല ഇന്ത്യ അഹുൻ എന്റെ അടുത്ത് സഹോദരനുണ്ട് എന്റെ അടുത്ത് വായ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണ് ഇന്താണ് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതായത് വേർതിരിക്കാൻ പറ്റുന്ന കാര്യത്തോടൊപ്പം ആയിരിക്കുന്നത് ഇന്ത ഉപയോഗിക്കുന്നത് അതായത് സയ്യാർത്ത് എന്നുള്ളത് എന്താണ് വേർതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെപ്പറേറ്റ് ആക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത് സയ്യാർത്ത് പക്ഷെ നമ്മുടെ സഹോദരൻ
വായ, അതായത് സഹോദരൻ പറഞ്ഞാല് റിലേഷൻസ് നമ്മളെ പാർട്ട് ഓഫ് ദ ബോഡി, ശരീരത്തിലുള്ള അവയവങ്ങൾ, ഇതൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ലി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ലി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനോടൊപ്പം എന്താണ് ഉപയോഗിക്കുന്നത്? ഇന്ത. അതായത് ഇവിടെ ചെയ്യാത്ത ചോദിച്ചില്ല, ചെയ്യാത്ത എന്താ റിലേഷൻ അല്ല, എന്ത് പാർട്ട് ഓഫ് ദ ബോഡി ഒന്ന്, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? ചെയ്യാറുന്നില്ല. അപ്പൊ ഇന്ത. പിന്നെ റിലേഷൻസിന്റെ കൂടെ നമ്മളെ പാർട്ട് ഓഫ് ദ ബോഡി ഒക്കെ ആണെങ്കിൽ എന്താ ഉപയോഗിക്കേണ്ടത്? ലി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ലി ആവുമ്പോ അതിന്റെ പ്രോനൗൺ മാറുമ്പോ മാറും. ലഹു, ലക്ക, അങ്ങനെ. മനസ്സിലായോ? ലി എന്നുള്ളതിന്റെയും ഇന്ത എന്നുള്ളതിന്റെയും ഡിഫറൻസ്. ഏകദേശം രണ്ടിനും ഒരേ അർത്ഥമാണ്, പക്ഷെ അത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചോദിച്ചോളി. ഈ പെടുത്തത് വരെ ഉള്ളതിൽ എന്തെങ്കിലും വേർഡ് മീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കിട്ടാത്തുള്ള? പത്താണ് ഉദ്ദേശിച്ചത്. പത്താണ്. യുവാവ്, ഓക്കെ യങ് മാൻ. ഓക്കെ. അപ്പൊ എന്നാ എല്ലാവർക്കും അർത്ഥം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഡൗട്ട് ഇല്ലാന്ന്. പിന്നെ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ടോ, വൺ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാഹിദുൻ, വൺ. വാഹിദുൻ, വൺ. ഇവിടെ ഫെമിനിൻ ആവുമ്പോ വാഹിദത്തുൻ, വൺ ഉള്ള അർത്ഥാണ്. ഫത്ത എന്ന് പറഞ്ഞാല് യുവാവ്. ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. അനിൽ അസ്ലത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അപ്പൊ ഇതൊക്കെ എന്താണ്? നിങ്ങളെ പേര്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളത് എഴുതാൻ തോന്നുന്നു, പക്ഷെ നിങ്ങളതല്ല എഴുതേണ്ടത്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്താണോ അതാണ് എഴുതേണ്ടത്. അപ്പൊ എന്താണ്? മസ്മുക. മസ്മുക പറഞ്ഞാൽ എന്താ? പറഞ്ഞോളി, ആൻസർ പറഞ്ഞോളി. അറിയില്ലേ? എന്റെ പേരെന്താണ്? ആ, അപ്പൊ ആൻസർ എന്താണ്? ഇസ്മി അത് നമ്മുടെ ഒക്കെ പറയും. പേര് പറഞ്ഞു. ആ പിന്നെ രണ്ട് മീൻ അയിന മീൻ അയിന അൻത. മിനൽ ഹിന്ദി. ഇടയ്ക്ക് എന്തോ കട്ടായി പോകുന്നുണ്ടോ? മീൻ അയിന അൻത. Where are you from? നീ എവിടെ? മിനൽ ഹിന്ദി അല്ലേ മുഹമ്മദ് പറഞ്ഞത്? അപ്പൊ എന്താണ് ആൻസർ പറഞ്ഞോളി. ആരും എന്താ പറയാത്തെ? മീൻ അയിന അൻത. മിനൽ ഹിന്ദി. അന മിനൽ ഹിന്ദി. അന മിനൽ ഹിന്ദി. 3 മാ ലുഅത്തുക. വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്? അപ്പൊ എന്താ പറയാ? എന്റെ ഭാഷ എന്നുള്ളതിന് എന്താ പറയാ? എന്റെ ഭാഷ. ലുഅത്തി അൽ അറബിയ. അറബിയാണ് എന്റെ ലാംഗ്വേജ്. Where is your father? നിന്റെ ഉപ്പ എവിടെ? അപ്പൊ എന്താ പറയണ്ടേ? അപ്പൊ എന്റെ ഉപ്പ എന്നുള്ളതിന് എങ്ങനെ പറയാം? ആൻസർ ചെയ്തുമ്പോ എന്റെ ഉപ്പ എവിടെയാണെന്നാ പറയുന്നത്. അപ്പൊ എന്റെ ഉപ്പ എന്നുള്ളതിന് എന്താ പറയാ? അബി. അബി എവിടാണ്? എന്റെ ഉപ്പ എവിടാണ്? അബി മിനല്ല, മിൻ ഫ്രമാണ്. അബി ഫിൽ അബി ഫിൽ മദീനത്തിൽ മുനവ്വറ. 5 അയിന ഉമ്മുക. വേർ ഈസ് യുവർ മദർ? അപ്പൊ എന്റെ ഉമ്മ എന്നുള്ളതിന് എന്താ പറയാ? എന്റെ ഉമ്മ.
ഉമ്മി 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 ഉമ്മ എവിടാണ്? ഏതെങ്കിലും സ്ഥലം പറഞ്ഞോളൂ. ഉമ്മി ഫിൽ എന്ത്? നിങ്ങൾക്ക് ആൻസർ പറയാൻ കിട്ടുന്നില്ല. ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത്? ആരുടെ ആൻസർ പറയുന്നില്ല? ഏത് ആൻസർ വേണേ പറയാമോ? നിങ്ങൾക്ക് Clear പറഞ്ഞോളൂ, ആണ്. ഇഷ്ടമുള്ള പേര് പറഞ്ഞോളൂ. അല്ല ഇത് ചാപ്റ്ററിനെ അതെ, ബേസ് ബുക്കിൽ ചെയ്തിട്ടാണോ? ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട് കുറെ. ചാപ്റ്ററിനെ ഇതിൽ പറയണ്ട, അത് അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. മാറി അഹുൻ. ഡു യു ഹാവ് എ ബ്രദർ? ഡു യു ഹാവ് എനി ബ്രദർ? അപ്പൊ എന്താണ്? ഞാൻ നഅം എനിക്കുണ്ട്. നഅം അതായത് ലി നാം ലി ലീ അഖുൻ അഹ്സൻ. വാഹിദുൻ എനിക്കുണ്ട്. നീ അഹുൻ അഖുൻ വാഹിദുൻ. വാഹിദുൻ അവിടെ വാഹിദത്തുന്ന് പറയരുത്. അഹുൻ എന്ന് പറയുമ്പോ വാഹിദുൻ എന്നാ പറയണ്ടത്. അഹുൻ എന്താണ്? ഒരു മസ്കുലിൻ ആണ്, അതുകൊണ്ട് വാഹിദുൻ എന്നാ പറയണ്ടത്. വാഹിദത്തുന്ന് പറയരുത്. 8. അലക ഉഖ്തുൻ? ഡു യു ഹാവ് എനി സിസ്റ്റർ? അതിപ്പോ പഠിക്കുന്നില്ല. രണ്ടുപേരുടെ പിന്നെ പഠിക്കുന്നു. അലക ഉഖ്തുൻ? ഡു യു ഹാവ് എനി സിസ്റ്റർ? അപ്പൊ എന്താണ്? നാം ലി ഉഖ്തുൻ വാഹിദത്തുൻ ലീ ഉഖ്തുൻ വാഹിദത്തുൻ. വാഹിദത്തുൻ 8. ഇന്ദക സയ്യാറത്തുൻ? ഇന്ദക സയ്യാറത്തുൻ? ഇന്ദക സയ്യാറത്തുൻ? لا ما عندي سيارة. ഡു യു ഹാവ്? എന്തായാലും കേട്ടില്ല. لا ما عندي سيارة. ഇന്ത്യ സയ്യാറത്ത്. ഇനി എന്റെ അടുത്ത് കാർ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാ. നിങ്ങളുടെ അടുത്ത് കാർ ഉണ്ടെങ്കിൽ എന്താ പറയാ? നാം ഇന്ത്യ ഇന്ത്യ സയ്യാറത്ത്. ഇനി അവിടുത്തെ കാറില്ലെങ്കിൽ ഇന്ത്യ സയ്യാറത്ത്. 9. ഇന്തൊക്കെ ദർവാജത്തുൻ? ഡു യു ഹാവ് എ സൈക്കിൾ? അപ്പൊ എന്താ? നഅം ഇന്ദി ദർറാജത്തുൻ പോലെ തന്നെ നഅം ഇന്ദി ദർറാജത്തുൻ ദർറാജത്തുൻ. 12 അല്ല 10. ഇന്തൊക്കെ കൊലമുൻ? ഇന്തൊക്കെ കൊലമുൻ? ഡു യു ഹാവ് എ പെൻ? നഅം ഇന്ദി കലമുൻ. ഇന്ദി കലമുൻ. ഇനി അടുത്ത് എന്റെ അടുത്ത് ഇല്ല എന്നല്ല അങ്ങനെ പറയാം. എന്റെ അടുത്ത് ഇല്ല. ലാ ഇന്ദി കലമുൻ. എന്റെ അടുത്ത് ഇല്ല. ഇന്ദി കലമുൻ. ഇന്ദി കലമുൻ. ലാ വരുമ്പോ എന്തായിരുന്നു? ലാ വരുമ്പോഴേ മാ ചേർക്കണം. 11. കലമുൻ. അല്ല, അങ്ങനെ ഒരു കോമൺ ആണോ? ബ്രേക്ക് ചെയ്യണം, എന്നിട്ടാണ് അടുത്ത സെന്റൻസ് കൊടുക്കണ്ടേ. ഓക്കെ. ഇന്തൊക്കെ ദഫ്തറുൻ? ഡു യു ഹാവ് എ നോട്ട്ബുക്ക്? അപ്പൊ എന്താ? ഞാൻ عندي ഹിന്ദി دفتر. ഇന്ത്യ ദഫ്തർ. 12. അബൂക്ക താജിറുൻ? നിന്റെ ഉപ്പ ഒരു വ്യാപാരിയാണോ? ലാ അബൂ തൊബീബുൻ. മാ പറയുന്നത് മറ്റേ കൂടാണ്. ഇതിന് ഞാൻ പഠിപ്പിച്ചെന്നില്ലല്ലോ. ഇന്നലെ കൂടാണ്. അബൂക്ക താജിറുൻ? നിന്റെ ഉപ്പ വ്യാപാരിയാണ്. അപ്പൊ ആണെങ്കിൽ എന്താ പറയാ? നാം ഹുവ താജിർ. ഇനി അല്ലെങ്കിലോ ഹുവ മുഹന്ദിസുൻ. അവനെ അനുസരിച്ച് അബൂക്ക താജിറുൻ? നിന്റെ ഉപ്പ വ്യാപാരിയാണ്. അപ്പൊ ആണെങ്കിൽ നാം ഹുവ താജിർ, അല്ലെങ്കിലോ ഹുവ മുഹന്ദിസുൻ. അല്ല ഞാൻ അബി താജിർ എന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്നില്ല.